രക്ഷകനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പലരും പറയുന്നു. അതിനെക്കുറിച്ച് എന്താ? രക്ഷക നിന്റെ പാവതീർത്ഥമെല്ലാം നൽകണേ യേശുവേ. നമ്മുടെ സൂര്യണ്ണന്റെ പടം വീണ്ടും പോയി ഭഗവാനേ. അല്ല, അങ്ങനെ പോവാൻ നമ്മുടെ അയൺ സിനിമ പോലെ ഒരു ബിൽഡപ്പാണ്. ഞാൻ സൂര്യണ്ണ ആദ്യം കാണിച്ചപ്പോഴത്തേക്ക് ആ പാട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പടം കൊണ്ടങ്ങ് ലാഗായത് ഞാനങ്ങ് 2 കൂർക്കം വലി അങ്ങ് വലിച്ചു. മൂന്നാമത്തെ ക്വാർട്ടറായിട്ടപ്പോഴത്തേക്ക് അടുത്തൊരു സ്റ്റണ്ട് ഉണ്ടായി. അപ്പോൾ ഞാൻ ചാടി എണീറ്റ്. പിന്നീട് ഞാൻ വീണ്ടും ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ കുഴപ്പമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ വീണ്ടും ലാഗായി. അപ്പം ഈ സ്റ്റോറി എങ്ങോട്ട് പോകണം എന്നുള്ളൊരു പിടി പോലും ഇല്ലാത്തൊരവസ്ഥയായി. പിന്നീടായപ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സെക്കൻഡ് ഹാഫ് അതിലെങ്ങനെ സൂര്യണ്ണൻ തിരിച്ചു വരുന്നതാണ്. പക്ഷേ സൂര്യണ്ണൻ്റെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റോറി വെറും മോശമായിപ്പോയി. അതുപോലെ തന്നെ ഓവർ ഇമോഷണലായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഫൈറ്റെല്ലാം ഉഗ്രം കേട്ടോ. അവിടെ ഫൈറ്റൊക്കെ സെറ്റ്, അതിന് ഞാൻ ഇല്ലെന്ന് പറയാനില്ല. പിന്നെ എന്തായാലും വയലൻസ് കാണാമെന്ന് പറഞ്ഞാൽ വയലൻസ് ഓവറായിപ്പോയി. അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ പിള്ളേരൊക്കെ തിയേറ്ററിനകത്ത് പാട്ട് ഡാൻസ് കളിക്കാൻ ഞാനും ഡാൻസ് കളിച്ചായിരുന്നു അതിനകത്ത് കിടന്ന്. പക്ഷേ ഇങ്ങനെയല്ല ഞാൻ സൂര്യണ്ണനെ പ്രതീക്ഷ. ഞാൻ അയണ പോലെ വന്ന് പ്രതീക്ഷ വന്നു. പക്ഷേ എന്തിനാ പറയേ, മഴയായിട്ട് വന്ന് ചെറിയ കാറ്റായിട്ട് ഇതാവുക. അതായത് എന്തിനാ പറയാ, വലിയ ബിൽഡപ്പായിട്ട് വന്ന് വെറും കാറ്റായിട്ട് അങ്ങ് പോയി. അത്ര തന്നെ. കൊള്ളാം ബ്രോ, കുഴപ്പമില്ല. ഒരു ആവറേജ് പടമാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ജയറാമും ജോജും ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് നോക്കിയിട്ടില്ല പുള്ളി, നമ്മുടെ സൂര്യ. പുള്ളി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യേണ്ടതിൽ കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്നാലും നല്ല ഒരു മേക്കിംഗ് ഒക്കെ ഉള്ള നല്ല മേക്കിംഗ് ആണ്. നല്ല ഒരു 10 മിനിറ്റ് ലോങ് ഒരു കണ്ടിന്യൂസ് 1 ഷോട്ട് ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് മേക്കിംഗ് അടിപൊളിയാണ്. നല്ല രസമുണ്ട് കാണാൻ. തിരിച്ചു കുറവില്ല ബ്രോ, പുള്ളി ഇനി എന്തായാലും വരാനുണ്ട്. പാതി വഴി എത്തിയിട്ടേ ഉള്ളൂ. എനിക്ക് വർക്കൗട്ടായില്ല സിനിമ. എനിക്ക് ഒരു ഇമോഷണൽ കണക്ട് ബേസിക്കലി കിട്ടിയില്ല. ഒരു എക്സ് ഗാങ്സ്റ്റർ സ്റ്റോറി പ്ലസ് രക്ഷകൻ ടൈറ്റിലും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. രക്ഷകൻ കൂടെയാണ് പുള്ളി. എനിക്ക് തോന്നുന്നു ഇപ്പം പുതിയ രക്ഷകൻ പുള്ളി ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ എനിക്ക് സിനിമയിൽ ഉടനീളം ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ ലാഗുണ്ട്, നല്ല രീതിയിൽ വലിച്ചു നീട്ടലായിട്ടാണ് എനിക്ക് തോന്നിയത്. പോസിറ്റീവ് പറയാൻ സൂര്യ എന്നുള്ളൊരു വ്യക്തിനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹം വീണ്ടും വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ യങ്ങായിരിക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്. അതുമാത്രമേ എനിക്കൊരു പോസിറ്റീവായിട്ട് അത് പറയാൻ പറ്റില്ല. കാരണം അത് ഞാൻ ഒരാളല്ലല്ലോ പറയേണ്ടത്. അങ്ങനെ പറയാൻ പറ്റില്ല. പുള്ളിയുടെ ഒരു കംബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കംബാക്ക് കാർത്തിക് സുബ്രാജ് തരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇതിലും നമുക്ക് കംബാക്ക് കിട്ടിയില്ല. ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ ഇതിനു മുമ്പേ കങ്കുവ കണ്ട് നിരാശപ്പെടുത്തിയതിൽ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടായിരുന്നു ഇതിൽ. എന്നാലും ഓവർ ഹൈപ്പ് ചെയ്തില്ല. എന്നാലും പേട്ട അതൊക്കെ ഒരു ഫാൻ ബോയ് സംഭവമായിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു പടമൊന്നും അല്ല ഇത്. അങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ പുള്ളി ഡിസപ്പോയിൻറ്റഡ് ആണ് പടത്തിൽ. ജയറാമേട്ടൻ്റെ കാര്യമാണ്. ജയറാമേട്ടനെ ക്യാരക്ടറൊക്കെ വളരെ മോശം, ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തൊരു ക്യാരക്ടറായി പോയി. ജോജു അത്യാവശ്യം പുള്ളിയുടെ അഭിനയം മോശമൊന്നുമല്ല. പക്ഷേ പുള്ളിയുടെ ക്യാരക്ടറും ഫസ്റ്റ് ഹാഫിലുള്ളതല്ല സെക്കൻഡ് ഹാഫിലൊന്നും പുള്ളിയുടെ ക്യാരക്ടർ അധികമായിട്ടില്ല. പുള്ളി ഫുൾ ഡിസപ്പോയിൻ്റ് ആണ്. പക്ഷേ സന്തോഷ് നാരായണൻ മ്യൂസിക് വർക്ക് അടിപൊളിയാണ് പടത്തിൽ. പക്ഷേ അതും പടത്തിന് എലിവേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിരാശപ്പെടുത്തുന്നത്. എൻ്റെ പൊന്നു, ഞാൻ ഭയങ്കര ബോറ് പടം. നാടിനെ രക്ഷിക്കാൻ വന്ന ഒരു ഹീറോയുടെ പടം എത്ര നാൾ ഈ സ്ക്രിപ്റ്റ് തന്നെ വെച്ച് ഓടും എന്ന് എനിക്കറിയില്ല. ഒന്നുമില്ല. നമുക്ക് ആ ട്രെയിലറിൽ കാണുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, സൂര്യ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ കൈയടിക്കും, അങ്ങോട്ട് പോകുമ്പോൾ കുറേ കൈയടിക്കും. കൊള്ളത്തില്ല.